ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പ്രീറ്ററിറ്റത്തിൽ വെർബ് കോൺജുഗേഷൻ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് റെഗുലർ വെർബിന് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. റെഗുലർ വെർബിന് വെർബ് സ്റ്റെം എടുത്തിട്ട് അതിന് എൻഡിങ്സ് ഇട്ട് കൊടുക്കണം. അത് എൻഡിങ്സ് എങ്ങനെയൊക്കെ വരുന്നതെന്ന് നോക്കാം. ഇഷിന് TE ആഡ് ചെയ്ത് കൊടുക്കണം. ഡൂന് ടെസ്റ്റ് TEST ആഡ് ചെയ്ത് കൊടുക്കണം. RCSന് TE തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. വിയറിന് 10 ആഡ് ചെയ്ത് കൊടുക്കണം. ഇയറിന് ടെറ്റ്, സിയോടെ സിക്ക് 10. ഫോർ എക്സാമ്പിൾ ഇപ്പം ലേൺ എന്ന വെർബ് ആണെങ്കിൽ അത് നമ്മൾ വെർബ് സ്റ്റെം എന്തായിരിക്കും? LERN, ലേൺ. അപ്പോൾ ലേൺ ടേ, ലേൺ ടെസ്റ്റ്, ലേൺ ടേ, ലേൺ 10, ലേൺ ടെറ്റ്, ലേൺ 10. അടുത്ത നമുക്ക് ഇറഗുലർ വെർബിന്റെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇറഗുലർ വെർബിന് എൻഡിങ്സ് വരുന്നത് ദൂനും വിയർ, ഇയർ, സിയോടെ സിക്കുമായിരിക്കും. ഇഷിനും RCSനും എൻഡിങ്സ് ഒന്നും വരത്തില്ല. പക്ഷേ വെർബ് സ്റ്റെം മുഴുവൻ നമ്മൾ ചേഞ്ച് ആയിട്ട് വരും ഇറഗുലർ വെർബിൽ. ഫോർ എക്സാമ്പിൾ ഗേഹൻ എന്ന വെർബ് ഗേഹൻ ഗിങ്ങനായിട്ട് മാറും. GINGEN ഗിങ്ങനായിട്ട് മാറും. അപ്പോൾ ഇഷിൽ വരുമ്പോൾ നമ്മൾ അതിന്റെ വെർബ് സ്റ്റെം മാത്രം എടുക്കും. EN റിമൂവ് ചെയ്തിട്ട് GING ഗിങ് എന്ന് വരും. ദൂന് ഗിങ്സ്റ്റ് എന്ന് വരും. RCSന് ഗിങ് എന്ന് വരും. വിയറിന് ഗിങ് എന്ന് വരും. ഇയറിന് ഗിങ്റ്റ്, സിയോടെ സി ഗിങ്ങൻ. ഇങ്ങനെ ആയിരിക്കും പ്രീറ്ററിറ്റത്തിൽ റെഗുലറിനും ഇറഗുലർ വെർബിനും വെർബ് കോൺജുഗേഷൻ വരുന്നത്.